ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ പനിയൊക്കെ ആയിട്ട് തൊണ്ട കുറച്ച് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ശബ്ദം ഒന്ന് അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് പേർക്കൊക്കെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു നെറ്റി എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൊരു കാര്യം അറിയാൻ ആഗ്രഹമുള്ളവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് വരുന്നത് അരൂരാണ്. നമുക്ക് നെയ്റ്റ് കൊണ്ടുവന്ന് തരുന്നത് വൈറ്റില ചക്കരപ്പറമ്പ് ആ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ നെയ്റ്റ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഈ ആഴ്ച വന്നിട്ടുള്ള നെയ്റ്റ് തുണികളാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് അവരെല്ലാം കട്ട് ചെയ്ത് തരും. അതായത് ഫ്രണ്ട് നെക്കിൽ വെക്കുന്ന മറച്ചടിക്കാനുള്ള കഴുത്ത്, അതുപോലെ ബാക്കിൽ വെക്കാനുള്ള ക്രോസ് പീസ്, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എല്ലാം കട്ട് ചെയ്ത് തരും കേട്ടോ. പടി വെക്കാനുള്ള ആ ഒരു പീസും ഒക്കെ നമുക്ക് അതിലുണ്ടാകും. അതുപോലെ സ്ലീവും അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. നമുക്ക് കട്ടിങ് പരിപാടി ഒന്നുമില്ല, സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് ഇതുണ്ടോയെന്ന്. അതെനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അരൂർ, നമ്മൾ ആലപ്പുഴ, എറണാകുളം ജില്ല, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, പള്ളുരുത്തി ആ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയെന്ന് അറിയില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും യൂണിറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് അന്വേഷിക്കണേ. പിന്നെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ആ പ്രിൻ്റ് നെയ്റ്റിൻ്റെ ഒരു കളറാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിൽ ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് അവർ തന്നെ നെയ്റ്റി ഒന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റിച്ചിങ്ങിലൊരു ഡാമേജോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുക്കേണ്ടി വരും. അല്ലാതെ നമുക്കത് എടുക്കാൻ പറ്റില്ല കേട്ടോ. ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടാവില്ല, നെയ്റ്റി കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് നെയ്റ്റിയൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പെർഫെക്റ്റായിട്ട് പടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ നമുക്ക് ഇതിലൂടെ പറ്റും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ 1-2 നെയ്റ്റിയൊക്കെയാണ് കേട്ടോ. ഒരു ദിവസം 2 ദിവസം കൂടുമ്പോഴാണ് 1-2 നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് വിചാരിച്ച ഒരു 20-22 നെയ്റ്റിയൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കാണിക്കുന്നത് ഈ ആഴ്ച വന്നിട്ടുള്ള നെയ്റ്റി ക്ലോത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു നെയ്റ്റി ക്ലോത്താണ്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഇത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന നെയ്റ്റിയാണ്. ഈ ഒരു വീഡിയോസ് നെയ്റ്റി ക്ലോത്തിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചും കോളൊക്കെ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, ഓർഡർ എടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യം വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓർഡറൊക്കെ എടുത്ത് ചെയ്യാനുള്ള ഒരാളായിട്ടില്ല കേട്ടോ ഞാൻ. കാരണം ഒരു കുഞ്ഞു മോനുണ്ട്, അവൻ അംഗനവാടിയിലാണ്. അപ്പോൾ ആ ഒരു സമയം കൊള്ളിച്ചിട്ടാണ്, അതായത് ഒരു 10 മണി മുതൽ 3 മണിയുള്ള സമയമാണ് കേട്ടോ. അത് കൊള്ളിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇതിൽ നിന്നിട്ട് ഒരുപാട് തുകയൊന്നും കിട്ടില്ല കേട്ടോ. നമുക്കിപ്പോൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 80 രൂപ 100 രൂപ വരെ നമുക്കൊരു നെയ്റ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. കൂടി വന്നാൽ 10 രൂപ 15 രൂപ അതിൻ്റെ ഇടയിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി സ്റ്റിച്ച് ചെയ്യാനുണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. പുറത്തുനിന്നൊക്കെ നമുക്ക് തയ്ക്കാനായിട്ട് തുണികൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അതൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇത് നമുക്ക് ആ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനാണ്. ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു വയ്യായികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, 2 ദിവസം കൂടി നമുക്ക് സമയം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് വലിയ മിസ്റ്റേക്കൊന്നും വരില്ല. കാരണം കട്ട് ചെയ്തെക്കണോണ്ട് തന്നെ വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന നെയ്റ്റുകളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ് ഇല്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കറക്റ്റ് സമയത്ത് എനിക്ക് അഴക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ നെയ്റ്റി ക്ലോത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യാനുള്ള നെയ്റ്റി ക്ലോത്താണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യാവേ. പിന്നെ ഞാൻ നിങ്ങളെ സംശയങ്ങൾക്കുള്ള മറുപടി തന്നെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചോ കേട്ടോ. നമ്മളിത് മാക്സിമം 30 പീസാണ് അതിൽ വരുന്നത്. ആ ഒരു സെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കണം. നമുക്ക് ഒരാഴ്ചത്തെ സമയമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ടൈം എന്ന് പറയണത്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വക്രം, ഈ ഒരു പടി വെക്കുന്ന വക്രമില്ലേ, അതും നൂലും ബാക്കിൽ വെക്കാനുള്ള നെയിൽ സ്ലിപ്പ് എല്ലാം അവർ തന്നെയാണ് കേട്ടോ തന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റിക്ക് എത്ര മീറ്റർ ക്ലോത്താണ് വേണ്ടതെന്ന്. ഒരു നൈറ്റി ക്ലോത്ത് എന്ന് പറയുന്നത് 3 മീറ്ററാണ് കേട്ടോ. വീതി കുറച്ച് കുറവായിരിക്കും, പക്ഷേ ലെങ്ത്ത് ഉണ്ടാകും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഫ്രോക്കിന് എടുക്കാറുണ്ട്. കാരണം ഫ്രില്ലൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും ഫുള്ള് തുണി നമ്മൾ അതിനായിട്ട് തന്നെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന തുണിയില്ലേ, ഇത് 290 ഉള്ളൂ കേട്ടോ. കാരണം അത് തനി കോട്ടനല്ല, കോട്ടനും ക്രൈപ്പും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള തുണിയാണ്. ബാക്കിയെല്ലാം കോട്ടനാണ് കേട്ടോ. അത് ഒരു 3 മീറ്റർ ഉണ്ടാകും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല